ഒരു കുട്ടി ജനിക്കുമ്പോൾ 3 ജന്മങ്ങൾ ഉണ്ടാവുന്നുണ്ട് ഇല്ലേ? ഒരു കുട്ടി ജനിക്കുമ്പോൾ 3 ജന്മങ്ങളാണ് ഉണ്ടാവുന്നത്. 1 കുട്ടിയാണ്, 2 ഒരമ്മ ജനിക്കുകയാണ്. അന്നു മുതൽ അമ്മ എന്ന് പറയുന്ന സ്ത്രീ നേരത്തെ ഉണ്ടാകാം, പക്ഷെ അമ്മയില്ല. അമ്മ ജനിക്കുന്നു, ഒരച്ഛൻ ജനിക്കുന്നു, ഒരച്ഛനും ജനിക്കുന്നു. കുട്ടി വളരുമ്പോൾ അമ്മ വളരാറുണ്ടോ? അച്ഛൻ വളരാറുണ്ടോ? അതാ ചോദ്യം. നിങ്ങളുടെ വീടിൻ്റെ വലിപ്പം കൂട്ടിയിട്ടുണ്ടോ എന്നല്ല ചോദ്യം. നിങ്ങളുടെ കാറ് 5 ആൾ പോകുന്ന കാർ 7 ആൾ പോകുന്ന കാറാക്കി മാറ്റിയിട്ടുണ്ടോ എന്നല്ല ചോദ്യം. നിങ്ങളുടെ തൂക്കം വർദ്ധിച്ചിട്ടുണ്ടോ എന്നല്ല ചോദ്യം. കുട്ടി വളരുമ്പോൾ നിങ്ങൾ വളർന്നിട്ടുണ്ടോ? ഞാനൊരു ഉദാഹരണം പറയാം. പച്ചക്കറി കൃഷി ഇപ്പോൾ എല്ലാവരും ചെയ്യുന്നുണ്ടല്ലോ, അത്യാവശ്യം വീട്ടിലും ടെറസിലൊക്കെ ചെയ്യുന്നുണ്ട്. ഒരു മത്തൻ കൃഷി ചെയ്തിട്ട് അതിന് പൂവ് വന്നു. ആ പൂവിൽ നിന്ന് ഒരു ചെറിയ കായ, ഇത്ര വലുപ്പത്തിൽ, ഒരു വലിയ നെല്ലിക്കയുടെ വലുപ്പത്തിലുള്ള ഒരു കായ, ഞങ്ങളുടെ നാട്ടിൽ അതിന് മിടി എന്ന് പറയും. മിടിയായ ഒരു കായ വന്നു കഴിഞ്ഞാൽ നിങ്ങളൊരു മൺകലമെടുക്കുക, ഒരു മൺപാത്രം, ചെറിയൊരു മൺപാത്രം. ആ മൺപാത്രത്തിൽ ഈ മത്തൻ്റെ മിടിയിട്ട് വെക്കുക. ചെടിയിൽ നിന്ന് പറിക്കണ്ട, ചെടിയിൽ തന്നെ. എന്നിട്ട് ചെടിക്ക് നല്ലവണ്ണം വെള്ളവും വളവും കൊടുക്കുക. എന്താ സംഭവിക്കുക? മത്തൻ വളർന്ന് വരുമ്പോൾ മൺപാത്രം വളരുന്നില്ല. മൺപാത്രം വളരാതിരിക്കുമ്പോൾ എന്താ? ഒന്നുകിൽ മൺപാത്രം പൊട്ടും മത്തൻ വളരുമ്പോൾ, അല്ലെങ്കിൽ മൺപാത്രം നല്ല ഉറച്ചതാണെങ്കിൽ, നല്ല ശക്തിയുള്ളതാണെങ്കിൽ മത്തൻ അതിൻ്റെ അകത്ത് നിന്ന് നീറിക്കെട്ടുപോകും. നമ്മുടെ മക്കളെല്ലാം ഈ മിടിയാണ്. ആ മിടിയിട്ട് വെച്ചിരിക്കുന്ന മൺപാത്രമാണ് കുടുംബം, അമ്മ, അച്ഛൻ. കുട്ടി വളരുമ്പോൾ മൺപാത്രം വളർന്നില്ലെങ്കിൽ ആ മിടി മൺപാത്രത്തെ പൊട്ടിക്കും. അവർ കുടുംബ ബന്ധങ്ങളെ ധിക്കരിക്കും, അച്ഛനമ്മയെ ധിക്കരിക്കും. അവർ ആ കുടുംബ ബന്ധത്തെ തകർക്കും. ഇനി നിങ്ങൾ അതിഭീകരമായ അച്ചടക്കമുള്ളവരാണെങ്കിൽ, ഉഗ്രശാസനയോടുകൂടി കുട്ടികളെ വരച്ച വരയിൽ നിർത്തുന്നവരാണെങ്കിൽ, ആ കുട്ടിയുടെ ബുദ്ധിവികാസം മുരടിക്കും, അവൻ പൊട്ടനായി പോകും. രണ്ടിലൊന്ന് സംഭവിക്കും. അതുകൊണ്ട് മൺപാത്രം വളരാതെ മാർഗമില്ല. മത്തങ്ങ വളരുന്നതിന് ആനുപാതികമായി മൺപാത്രം വളരാൻ പറ്റുമോ? ഇതാണ് ചോദ്യം. അതിനെന്ത് ചെയ്യണം? അതാണ് ഞാൻ ആദ്യം പറഞ്ഞത്, പഠിക്കുക.